ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമകഥ. ഇന്ന് കർക്കടകം 5. ഇന്നത്തെ വിഷയം സീതാ സ്വയംവരം, ശിവധനുഭംഗം, ശ്രീരാമ സീതാ വിവാഹം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ വിശ്വാമിത്ര മഹർഷിയുടെ നേതൃത്വത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സിദ്ധാശ്രമത്തിലെ യാഗം സംരക്ഷിച്ചതും അഹല്യയ്ക്ക് മോക്ഷം ലഭിച്ചതും മിഥിലയിൽ എത്തിച്ചേർന്നതുമാണ് നാം കേട്ടത്. ഇന്ന് രാമായണത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു സംഭവമാണ്. മിഥിലയുടെ രാജാവായ ജനക മഹാരാജാവ് ധർമ്മിഷ്ഠനും മഹാജ്ഞാനിയുമായിരുന്നു. ഒരു യാഗത്തിനായി ഭൂമി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ദിവ്യ ശിശുവിനെ അദ്ദേഹത്തിന് ലഭിച്ചു. ആ കുട്ടിക്ക് സീത എന്ന് പേരിട്ടു. ഭൂമിദേവിയുടെ പുത്രിയായതിനാൽ സീതയെ ഭൂമിജ എന്നും വിളിക്കുന്നു. സീത വളർന്നപ്പോൾ അവൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്താൻ ജനക മഹാരാജാവ് ഒരു പ്രതിജ്ഞ ചെയ്തു. എൻ്റെ പക്കലുള്ള പരമശിവന്റെ ദിവ്യവില്ല് ഉയർത്തി ചരട് കെട്ടാൻ കഴിയുന്നവന് മാത്രമേ ഞാൻ സീതയെ വിവാഹം ചെയ്തു കൊടുക്കൂ. ഈ വാർത്ത കേട്ട് അനേകം രാജാക്കന്മാരും വീരന്മാരും മിഥിലയിൽ എത്തിച്ചേർന്നു. എന്നാൽ അവർക്കാർക്കും ആ വില്ല് അനക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് പറഞ്ഞത്, രാമ, പോയി ആ വില്ല് ഒന്ന് നോക്കൂ. ഗുരുവിന്റെ ആജ്ഞ കേട്ട ശ്രീരാമൻ വിനയത്തോടെ മുന്നോട്ട് നടന്നു. ആദ്യം അദ്ദേഹം ശിവനെ മനസ്സിൽ ധ്യാനിച്ചു. തുടർന്ന് വളരെ ലളിതമായിട്ട് ആ വില്ല് കയ്യിലെടുത്തു. അവിടെ കൂടിയിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ശ്രീരാമൻ വില്ലിൽ ചരട് കെട്ടാൻ ശ്രമിച്ച നിമിഷം വലിയൊരു ഇടിമുഴക്കം പോലെ ശബ്ദത്തോടെ ആ ശിവധനുസ് രണ്ടായി ഒടിഞ്ഞു. ആ ശബ്ദം 3 ലോകങ്ങളിലും മുഴങ്ങി. ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ജനക മഹാരാജാവിന്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ പ്രതിജ്ഞ പൂർത്തിയായി. സീതയ്ക്ക് യോഗ്യനായ വരനെ ഞാൻ കണ്ടെത്തി. സീതാദേവി കയ്യിൽ പൂമാലയുമായിട്ട് ശ്രീരാമന്റെ സമീപത്ത് എത്തിച്ചേർന്നു. ലജ്ജയോടെയും ഭക്തിയോടെയും അവൾ ശ്രീരാമന്റെ കഴുത്തിൽ മാല അണിയിച്ചു. ഇത് വെറുമൊരു വിവാഹ നിശ്ചയമല്ലായിരുന്നു. ലക്ഷ്മിയും മഹാവിഷ്ണുവും വീണ്ടും ഒന്നിക്കുന്ന ദിവ്യ സംയോഗമായിരുന്നു. ജനക മഹാരാജാവ് ഉടനെ അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചു. വാർത്ത അറിഞ്ഞ ദശരഥ മഹാരാജാവ് ഗുരുക്കന്മാരെയും കുടുംബാംഗങ്ങളെയും കൂട്ടി മിഥിലയിൽ എത്തിച്ചേർന്നു. വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടെ ആ മഹാവിവാഹം നടന്നു. ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചു. ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും. അങ്ങനെ ഈ 4 ദിവ്യ വിവാഹങ്ങളും വളരെ ആഘോഷപൂർവ്വം നടന്നു. വിവാഹശേഷം ജനക മഹാരാജാവ് മക്കളെ അനുഗ്രഹിച്ചു പറഞ്ഞു, സീതേ, ഭർത്താവിന്റെ ധർമ്മത്തിൽ എന്നും പങ്കാളിയാകുക, സ്നേഹത്തിലും ത്യാഗത്തിലും ലോകത്തിന് മാതൃകയാവുക. ഈ വാക്കുകൾ പിന്നീട് സീതാദേവിയുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറി. ഇന്നത്തെ ആത്മീയ സന്ദേശം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, ശ്രീരാമന്റെ ജീവിതത്തിൽ എവിടെയും അഹങ്കാരമില്ല. തന്റെ ശക്തി പ്രകടിപ്പിക്കാനല്ല, ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കാനാണ് അദ്ദേഹം ശിവധനുസെടുത്തത്. വിനയവും ദൈവവിശ്വാസവും ഉള്ളവരെ ദൈവം ഉയർത്തിക്കാട്ടും. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം സ്നേഹവും വിശ്വാസവും ധർമ്മവുമാണെന്ന് ശ്രീരാമ സീതാ വിവാഹം നമ്മെ പഠിപ്പിക്കുന്നു. ഹേ സീതാരാമ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും ധർമ്മവും നിറയട്ടെ. വിനയത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ നമ്മൾക്ക് പരശുരാമന്റെ വരവ്, ശ്രീരാമന്റെ പരാക്രമം, അയോധ്യയിലേക്കുള്ള മംഗളയാത്ര, അതിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.